ഒരു വെറൈറ്റി ട്രെയിൻ ഞാൻ കാണിച്ചു തരട്ടെ. ഇതേ നോക്ക്. ഞാൻ ഹാനോവറിൽ ഇത് നൈറ്റ് വന്നപ്പോഴത്തേക്ക് ഒരു ട്രെയിൻ നിറച്ച് കാറുകൾ കിടക്കുന്നു. സോ അത് ഇവിടെ നോർമലാണ്. പക്ഷെ ഞാൻ അതിനിടയ്ക്ക് നോക്കുമ്പോൾ ഒരു വെറൈറ്റി കാറ് നോക്കുമ്പോൾ എന്നാന്നുണ്ടോ, ഒരു ജാഗ്വാറാണ്. പഴയ മോഡൽ ജാഗ്വാർ കിടക്കുന്ന കിടപ്പുണ്ട് ആശാൻ. കൂട്ടത്തിൽ മാസറട്ടി അതും ഇതും എല്ലാം ഉണ്ട്. പക്ഷേ ഇവൻ്റെ ഒരു ലുക്ക് വേറൊരു പഴയ വണ്ടി. ഇത് വണ്ടിയാണിപ്പോൾ. ഈ ട്രെയിൻ നിറച്ചും വണ്ടികളാണ്. പക്ഷേ എന്തോ ഞാൻ അങ്ങേ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയപ്പം ഈ വണ്ടി എൻ്റെ കണ്ണിൽ ഭയങ്കരമായിട്ട് കുരുങ്ങി. അപ്പോൾ അതിൻ്റെ സ്പോർക്സൊക്കെ ഉണ്ടോ, രക്ഷയില്ല. കല്ലിപ്പ് വണ്ടി, പഴയ ബെൻസ്, ഇങ്ങനെ മാസറട്ടി, അങ്ങനെ അങ്ങോട്ട് കുറേ കാറുകൾ എടുക്കുന്നുണ്ട്. വേറൊരു മാസറട്ടി, ഒരു ബെൻസ്, ഒരു ലംബോർഗിനി, നൈസ് വണ്ടി, ഒരു രക്ഷയില്ല. അടുത്ത് വേറൊരു ലംബോർഗിനി. കുറേ വണ്ടിയുണ്ടല്ലോ അതിനകത്ത്. ഇതെല്ലാം തന്നെ ഈ STO എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ടല്ലോ അതിനകത്ത്. എന്താണെന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും എന്തെങ്കിലും ഒരു പെർഫോമൻസ് മോഡലല്ലോ ആയിരിക്കും ഇതിൻ്റെ. അതിൻ്റെ എല്ലാം പുറത്ത് കുഞ്ഞു വണ്ടി. ഒരു ബീറ്റിലിരിക്കുന്നുണ്ടോ മുകളിൽ. മോട്ടോർ ബൈക്സ് ഉണ്ട് കേട്ടോ. ട്രയംഫ് റോക്കറ്റ്, ട്രയംഫ് റോക്കറ്റ്, ഹാർലി ഡേവിഡ്സൺ. പൊളി വണ്ടികൾ മാത്രമാണ് കേട്ടോ. ഈ ട്രെയിൻ അങ്ങ് അടിച്ചു മാറ്റിയാലോ. കല്ലിപ്പ് വണ്ടികൾ മാത്രം ഷിപ്പ് ചെയ്യുന്നവരുടെയാണ്. ഒരു ഹാർലി ഡേവിഡ്സൺ 107, ഒരു പഴയ വണ്ടി. ഇത് പൊളി. ഇത് പഴയ ഹാർലിയാണ് കേട്ടോ. പഴയ ഹാർലി ഉണ്ടോ നമ്മുടെയൊക്കെ ക്ലാസിക്കിനൊക്കെ ഉള്ള പോലത്തെ സിംഗിൾ റൈഡർ സീറ്റ്, ബോബർ സീറ്റും ഒക്കെ ആയിട്ട്. നൈസ് കട്ട ലുക്ക്. ഇതുണ്ട്, പെഡലൊക്കെ ഉണ്ട്. പെഡല് വേറൊരു ഹാർലി. ഇത് ഹോണ്ടയാണോ? ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. അഗെയിൻ അനദർ ഹാർലി. ഇത് ഹാർലിയുടെ സംസ്ഥാന സമ്മേളനമാണ് തോന്നുന്നുണ്ട്.
ഓ ഇത് കൊള്ളാം, ഈ 1 ഓപ്ഷൻ കൊള്ളാം. ഇത് കണ്ടോ, ഒരു എന്തൊരു ഫിനിഷായിരുന്നു. BMW ടൂറിംഗ് F800 GS ലോങ് റൈഡൊക്കെ പൊളിക്കായിരുന്നു. ഇതാരപ്പോൾ സൂപ്പർ ഗ്ലൈഡ്. അതിനകത്ത് മിക്കവാറില്ല അവരെന്തെങ്കിലും ടാഗോ എല്ലാം വെച്ചേക്കുന്നതായിരിക്കും. ഒരു മിന്നുന്നുണ്ട് അതിനകത്ത്. ഓ അങ്ങോട്ടും എല്ലാം കിടക്കുക വണ്ടി. ഒരു സുസുക്കി. ഓ ഇത് കാണാൻ പൊളിയാണല്ലോ വണ്ടി. ഇത് ബൈക്ക് സുസുക്കിയുടെ GSX S550 950 ആണോ? 950. ഓ ഇത് പൊളി വണ്ടിയാണല്ലോ ഇത് കാണാൻ. ഫ്രണ്ട് ലുക്കൊക്കെ നൈസാണ്. യമഹ BMW. ഓ നിഞ്ച. ഇതിനിടയ്ക്ക് ഒരു നിഞ്ച കിടക്കുന്നു, ഒരു കുഞ്ഞ് നിഞ്ച കിടക്കുന്നു. യുവന്മാരുടെയൊക്കെ ഇടയ്ക്ക് കിടക്കുമ്പോൾ നിഞ്ചയ്ക്ക് ഒരു പ്രതാപവും പിടുത്തവും പോരാ. ഒരു മോട്ടോ ഗുച്ചി. അടുത്ത് ഏറ്റവും അവസാനം സുസുക്കി കിടക്കുന്നത് സുസുക്കി V-Strom 800. ഇത് നമ്മുടെ ആ ഒരു ടൂറിങ് സെറ്റ് ഉള്ള വണ്ടിയാണ്. അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ അങ്ങേയറ്റം വരെ എത്തി കേട്ടോ. അതുകൊണ്ട് അങ്ങ് വരെ കിടക്കുന്ന വണ്ടി കണ്ടോ. അവിടെ നിന്ന് ഇങ്ങ് വരെയും ബൈക്കുകളാണ്. സെറ്റല്ലേ? ഇന്ന് നൈറ്റ് എന്തുകൊണ്ട് ഇവിടെ വന്നിപ്പം ഈ ടൈമിൽ തന്നെ വന്ന് ഇറങ്ങിയതും ഈ വണ്ടിയെല്ലാം ഇവിടെ കിടക്കുന്ന കാണാനും പറ്റിയത് അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഇതെങ്ങോട്ടാണോ പോകുന്നത്. കൊള്ളാമല്ലേ? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എല്ലാം കൂടി. ഇപ്പം ഞാൻ സാധാരണ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഈ കാർഗോകൾ, അതായത് വണ്ടികൾ കാർഗോയിൽ പോകുന്നത് കാണാറുണ്ട്. പക്ഷേ മിക്കവാറും അത് പുതിയ വണ്ടികളാണ് ഒക്കെ ആയിരിക്കും. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പഴയ വണ്ടികൾ, ഐ മീൻ യൂസ്ഡ് വെഹിക്കിൾസും കണ്ടിട്ടുണ്ട്. പക്ഷേ ചില ക്ലാസിക് സെറ്റിങ്ങിലുള്ള വണ്ടികൾ കുറേ എണ്ണം ഇങ്ങനെ പോകുന്ന ഒരു വണ്ടി കാണുന്നത് കൊള്ളാമല്ലേ? പൊളി. ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി എൻ്റെ ഇതാണ്. സെറ്റ് വണ്ടി. സെറ്റെന്ന് പറഞ്ഞാൽ സെറ്റ് വണ്ടി. എൻ്റെ ഫ്രണ്ടിൽ ഒരു പതക്കമൊക്കെ ഉണ്ട്. പതക്കം കാണിച്ചു തരാവേ. നമ്മുടെ റോൾസ് റോയ്സിൻ്റെ ഫ്രണ്ടിൽ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി പോലെ ഒരു ഐറ്റം. ഹെഡ് ലാമ്പൊക്കെയാണ്. കലിപ്പെന്നൊക്കെ പറഞ്ഞാൽ കലിപ്പ്. ഇത് ഓടിക്കുന്ന അപ്പാപ്പം പൊളിയായിരിക്കും.